നോക്കണം, നമ്മൾ കൃത്യം എന്താ ആഗ്രഹിച്ചത്. കാരണം എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് 100%, 99 അല്ല, 100% ശരിയും അവരുടെ ഭാഗത്ത് 100% തെറ്റ്. ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു. അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും എന്നാൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വലിയ, അതായത് മേ ബി പറയുമ്പോൾ ഒരു സെഷൻസ് കോടതിയിലെ ഒരു ചെറിയ വിധിയായിരിക്കും, പക്ഷേ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും, അതായത് 90% ആൾക്കാരും സത്യം കേൾക്കാനും സത്യം പറയാനും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കുറച്ചു കാലങ്ങളായിട്ട് പല വാർത്തകളും ദുഃഖം കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു നിരാശ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ജീവിതത്തിൽ സത്യം തന്നെ പ്രവർത്തിക്കണമെന്ന് ഒരു ഒരു ഊർജം കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയിൽ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിക്കെതിരെ, അതായത് ദിയ കൃഷ്ണയ്ക്കെതിരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കെതിരെയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പറ്റിയിലൊക്കെ നടത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസുകാർ കറക്റ്റായിട്ട് അന്വേഷിച്ച് തെളിവും കാര്യങ്ങളും കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജാമ്യാപേക്ഷ എന്ത് ചെയ്യാൻ തള്ളാൻ വേണ്ടി അങ്ങനെ അത് തള്ളിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പം കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് നീതിയിൽ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നത്. കാരണം സാധാരണക്കാർക്കൊക്കെ അല്ലേ ഇപ്പം അതിൽ വിശ്വാസമുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെറ്റ് ചെയ്ത 3 സ്ത്രീകളും അവരെന്ത് ചെയ്യുന്നത് ഒളിവിലാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേസും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് തന്നെ അവർ സത്യം വെളിയിലാവുന്നതായപ്പോൾ അവർ ഒളിവിൽ പോയേക്കുവാണ്.